Are irregular periods common? യെസ്, ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടീനേജ് അല്ലെങ്കിൽ ആദ്യമേ പ്യൂബേർട്ട് തുടങ്ങുമ്പോൾ മെനാർക്കിയിൽ മെൻസസ് എപ്പോഴും ഇറഗുലർ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഡോൾസൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 18-20 ഒക്കെ മെൻസസ് റെഗുലർ ആകും. പക്ഷെ ആ സമയത്ത് അബ്നോർമാലിറ്റി വരികയാണെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ട് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഓർ സിൻഡ്രോം എന്ന് പറയുന്നത്. രണ്ട്, ഇപ്പം പ്രഗ്നൻസി എന്തെങ്കിലും കഴിഞ്ഞ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദറിനാണെങ്കിൽ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞൊക്കെ ഇറഗുലർ ആയിട്ട് വരാം. പിന്നെ മൂന്നാമത് വന്ന് പറയുന്ന പെരിമെനോപോസ് എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ട്. മെനോപോസ് എന്ന് പറയുന്നത് നമ്മൾ മെൻസസിൽ ഹോർമോൺ 35 തുടങ്ങി ഹോർമോൺ ലെവൽ ഇങ്ങനെ കുറഞ്ഞിട്ട് 40 കഴിഞ്ഞ് 45 ഒക്കെ ആകുമ്പോഴാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ മെൻസസ് ഇറഗുലർ ആകാം. പിന്നെ വേറൊന്നാണ് യൂട്ടസിന് എന്തെങ്കിലും ഒരു പത്തോളജി ഉണ്ട്. പത്തോളജി എന്ന് പറഞ്ഞാൽ യൂട്ടസിനകത്ത് എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ, അതിന്റെ മസിൽസ് അഡിനോമയോസിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിയർ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടെങ്കിൽ ഈ കേസുകളിലെല്ലാം മെൻസസ് ഇറഗുലർ ആയിട്ട് വരാം. ഇൻ ബിറ്റ്വീൻ ഓൾസോ ബ്ലീഡിംഗ് ഉണ്ടാകാം, സ്പോട്ടിംഗ് ഉണ്ടാകാം. അവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ, വജിന, വൾവ, സർവീസിൽ എന്തെങ്കിലും പോളിപ്പ് അങ്ങനെ ഉണ്ട്, യൂട്ടസിന്റെ അകത്ത് പോളിപ്പ് ഉണ്ട്, ഇങ്ങനെ കുറെ പത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ട്. ആ കേസിലും മെൻസസ് ഇറഗുലർ ആകാം. അതുപോലെ തന്നെ ഇപ്പം ക്യാൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. ക്യാൻസർ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കുറച്ച് ബ്ലീഡിംഗ് വരാം. മെനോപോസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനോപോസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അന്നേരം വേണമെങ്കിൽ ഇറഗുലർ ബ്ലീഡിംഗ് ഉണ്ട്. ഇതെല്ലാം അബ്നോർമൽ തിങ്സ് ആണ്. ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കണ്ട് അൾട്രാസൗണ്ടും ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റും ചെയ്ത് കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം.